ഇന്ന് കിച്ചണൊക്കെ ആകെ നിറഞ്ഞു കിടക്കട്ടെ, എന്താണെന്നറിയില്ല, എത്ര ഒതുക്കിയിട്ടും അങ്ങോട്ട് ആവണില്ല. അപ്പോൾ അത് മീനൊക്കെ ഉണ്ട് നന്നാക്കാൻ കേട്ടോ. അപ്പോൾ കറി ഇവിടെ ആയിട്ടുണ്ട്. ഞാൻ വെള്ളരിയും പരിപ്പ് ഏതായാലും ദിവസം പരിപ്പുണ്ട് കേട്ടോ പച്ചക്കറിയിൽ. കാരണം എനിക്ക് ഈ പുളിയിട്ട കറി വലിയ ഇഷ്ടമല്ല. ഈ വെജിറ്റബിൾ കറി വെക്കുമ്പോഴേ ഞങ്ങൾക്ക് ഇഷ്ടം ഇവിടെ പരിപ്പ് തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള കറിയാണ് കേട്ടോ. പിന്നെ ഇതാ ഒരേ ഒരു മീനാണ് കേട്ടോ, പേതല ഏതാണ്ട് അങ്ങനെയാണ് പേരും തോന്നുന്നുണ്ട്. അപ്പോൾ അതാ ആ ഒരു മീനൊക്കെ കട്ട് ചെയ്ത് നന്നാക്കി മസാലയൊക്കെ നന്നായിട്ട് പുരട്ടി കൊടുക്കണേ. ഞാൻ മീൻ വറുത്ത് കഴിഞ്ഞാൽ എനിക്ക് ആ മസാലേൻ്റെ രുചിയാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. മീനിൻ്റെ രുചിയിലേക്കാളും മുന്നിട്ട് നിൽക്കും ഞാൻ മസാല റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു മസാലേൻ്റെ ടേസ്റ്റ് കേട്ടോ. പ്രത്യേകിച്ചും പച്ചക്കറിയൊക്കെ ആകുമ്പോൾ നമുക്ക് ആ ഒരു മീനിന് നല്ല എരിവും പുളിയും ഒക്കെ ഉള്ള ഒരു ഉപ്പും മുളകും ഒക്കെ ഉള്ള ആ ഒരു മീൻ വറുത്തത് കൂട്ടിയാൽ നല്ലൊരു ചോറ് താനേ അങ്ങോട്ട് പോകും. പിന്നെ ഞാനിതാ വാഴക്ക ഉപ്പേരിയാണ് കേട്ടോ. ഉടച്ചിട്ട് ആദ്യം വേവിച്ചിട്ട് പിന്നെയാണ് വറവിട്ട് കൊടുക്കുന്നത്. ഉള്ളിയും മുളകും അങ്ങനെ കറിവേപ്പിലയൊക്കെ ഇട്ടിട്ടുള്ള വറവൊക്കെ ഇട്ട് കൊടുത്തിട്ട് അടിപൊളി ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. രാവിലെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞ് മോനുവിന് സ്കൂളിലൊക്കെ പറഞ്ഞു വിട്ടിട്ടാണ് ഞാനിന്ന് ഉച്ചയ്ക്കിലേക്കുള്ള പണികൾ നടത്തിയത് കേട്ടോ. കാരണം എനിക്കിന്ന് വേറെ എക്സ്ട്രാ കുറച്ച് പണി കൂടുതലുണ്ടായിരുന്നു കേട്ടോ. 2 ദിവസം ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. എനിക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പോവാനുണ്ട്. അപ്പോൾ പിന്നെ ഇന്ന് എന്തായാലും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അടിയും തൊട്ടയൊക്കെ നടത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മീനും കൂടി വറുക്കുകയാണെ. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാട്ടോ. ചില ദിവസമൊന്നും അങ്ങനെ നല്ല മീൻ കിട്ടാറില്ല. ഇന്ന് ഏതായാലും നല്ല മീനാണ് കിട്ടിയിട്ടുള്ളത്. നല്ല മഴയാണെന്ന് കേട്ടോ. അപ്പോൾ ഇതാ മഴയൊക്കെ ഒന്ന് തോർന്നു. ഈ ഇലകൾക്കൊക്കെ നല്ല സന്തോഷം. നമുക്കാണെങ്കിലോ പുറത്തിറങ്ങണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടും. ഒന്ന് അലക്കാനോ മറ്റോ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മഴ വന്നാൽ ഓടി അകത്തേക്ക് കയറണം. പിന്നെ ഇവിടെ കുറച്ച് ഇന്നലെ വാങ്ങി വെച്ച അയില ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ഒന്ന് മുളകിട്ടെടുത്തു കേട്ടോ. അതിപ്പോൾ ഇന്ന് തന്നെ കൂട്ടണമെന്നില്ല, നാളെ രാവിലെ വല്ല കടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് കൊടുക്കാം. പക്ഷെ ഞാനെന്തോ അയില മുളകിട്ട് കണ്ടപ്പോഴേ അതും കൂട്ടി അങ്ങനെ ചോറൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ എഡിറ്റിങ്ങിന് ഇരുന്നു കേട്ടോ. എഡിറ്റിങ് ചോറുണ്ടൊരു കഴിഞ്ഞിട്ടാണ് എഡിറ്റ് ചെയ്യാറ്. അങ്ങനെ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ.